പലരും നമ്മൾ ഈ ഒരു വിഷയം ഇസ്ലാമിന്റെ ഈ തീവ്ര സ്വഭാവം, ഇസ്ലാമിന്റെ ഈ ഹിഡൻ പൊളിറ്റിക്കൽ മോട്ടീവ്, ഹിഡൻ ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പശ്ചാത്തലത്തിലുള്ള ഈ ഹിഡൻ മോട്ടീവ്, അതായത് രാജ്യത്ത് മൊത്തം ഇസ്ലാമിക ഭരണം വരണം, ലോകം മൊത്തം ഇസ്ലാമിക ഭരണം വരണം, രാജ്യം എന്നാൽ ഉമ്മത്തുൽ ഇസ്ലാം ആണെന്നും ഉള്ള ഈ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, ഇത് അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ഓഫ് ഇസ്ലാം, അതിൽ നിന്നും എങ്ങനെ മുസ്ലിങ്ങളെ മുക്തമാക്കാം എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. വാട്ട് ഇസ് എ സൊല്യൂഷൻ ഫോർ ദിസ് എന്നുള്ളത്. ഇതിൽ ചില രാജ്യങ്ങൾ, 3 രാജ്യങ്ങൾ നമുക്കെടുക്കാം. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ $100 ബില്യൺ പാകിസ്ഥാന് ലഷ്കർ എ തൈബ ഉണ്ടാക്കാൻ വേണ്ടി സൗദി അറേബ്യയിൽ നിന്നും പ്രൈവറ്റ് ഫണ്ടിങ് കൊണ്ടുണ്ടാക്കി, ഉസാമ ബിൻ ലാദന്റെ കുറേ സ്വത്തുക്കളും ഒക്കെ ചെലവാക്കി ലഷ്കർ എ തൈബ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്, അത് ഇപ്പോൾ സൗദി അറേബ്യയുടെ നയം എങ്ങനെ മാറി? അതായത് കുറേ റെസ്ട്രിക്ഷൻസ്, ഇസ്ലാമിനെതിരെയുള്ള റെസ്ട്രിക്ഷൻസ്, മുസ്ലിങ്ങൾക്കെതിരെയല്ല, ഇസ്ലാമിന്റെ പ്രാക്ടീസിനെ പരുവപ്പെടുത്തിക്കൊണ്ടും ഇസ്ലാമിന്റെ പ്രാക്ടീസിനെ കുറച്ച് എന്താ പറയുക, അല്പം ഒന്ന് മോഡറേറ്റ് ആക്കി ഓരോ വർഷം കൂടുന്തോറും അങ്ങനെ ഒന്ന് പരുവപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. 2023, 24, 25 ഈ റമദാൻ മാസങ്ങളിൽ സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എന്താണ്, റമദാൻ മാസത്തിൽ ഉണ്ടാകുന്ന റെസ്ട്രിക്ഷൻസ് എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അത് പറയുമ്പോൾ എങ്ങനെ ഇത് മാറ്റാം, ആക്റ്റീവ്ലി ഇതിന്റെ പൊളിറ്റിക്കൽ ഡേഞ്ചർ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില രാജ്യങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിലൊരു രാജ്യമാണ് ഇന്ത്യ നേരിടുന്നതിനേക്കാളും സമർത്ഥമായി നേരിട്ട ഒരു രാജ്യമാണ് ചൈന. ചൈനയുടെ ആ ഒരു നയം, അതായത് റീ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ തോന്നൽ, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ ചിന്താ പദ്ധതിയിൽ ഉദിക്കുന്ന ഈ വെറുപ്പും, ഈ ലോകത്ത് മൊത്തം ഇസ്ലാം പടർത്തണം എന്നുള്ള ഈ ഒരു ആശയം, അതിൽ നിന്നും മാറി നമ്മുടെ ജുറിസ്ഡിക്ഷൻ ആയിട്ടുള്ള ചൈന എന്ന് പറയുന്ന ഈ രാജ്യമാണ് നമ്മുടെ രാജ്യമെന്നും അതിന്റെ കീഴിൽ മാത്രമാണ് നിങ്ങളുടെ മതം, അങ്ങനെ സെൻസർ ചെയ്ത് ക്ലിപ്പ് ചെയ്ത് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രാക്ടീസ് ചെയ്യാമെന്ന് തൻ്റെ ഇടത്തോടു കൂടി, ആർജവത്തോടു കൂടി, ആരെയും ഭയക്കാതെ പറയാനുള്ള ഒരു സംവിധാനം ആ രാജ്യത്തുള്ളത് കൊണ്ടാണ് അവർക്കത് നേടാൻ കഴിഞ്ഞത്. അത് ഒരു പരിധിവരെ അവർ വിജയിച്ചിരിക്കുകയാണ്. ആ രാജ്യം വിട്ടിട്ടുള്ള കളി മാത്രമേ ഉള്ളൂ, അതിന്റെ കീഴിൽ മതി എല്ലാ മതങ്ങളും. ഇത് പറയാനും, ഇത് എടുത്തു പറയാനും, ഇത് പ്രാവർത്തികമാക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനുമുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ ആണ് നമ്മുടെ രാജ്യത്തിന് ഇല്ലാതെ പോയത്, ഇന്ത്യക്ക് ഇല്ലാത്തത്. ഇന്ത്യയിൽ ചെയ്യേണ്ടത്, അൺടിൽ യു സ്വെയർ അലീജിയൻസ് ടു ദ ഫ്ലാഗ് ആൻഡ് ടു ദ ജിയോഗ്രഫി ഓഫ് ഇന്ത്യ, യു ഡു നോട്ട് ബിലോങ് ഇൻ ഇന്ത്യ. നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് റദ്ദാക്കണം. സിറ്റിസൺഷിപ്പ് റദ്ദാക്കി സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ട് ആ രാജ്യത്ത് നിൽക്കണം. ബിക്കോസ് യു ഹാവ് ടു സ്വെയർ അലീജിയൻസ് ടു ദ കൺട്രി, ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടു ദ ഫ്ലാഗ്. അതർവൈസ് യു ഡു നോട്ട് ഗെയിൻ എനി പ്രിവിലേജ്. വോട്ടിംഗ് റൈറ്റ് പോലും കൊടുക്കാൻ പാടില്ല. ഐ ആം ഡൺ. സ്ട്രോങ് ആയിട്ട് അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ പലതും വിൽ ഹാവ് ടു കോംപ്രമൈസ്, ആൻഡ് അത് അൾട്ടിമേറ്റ്ലി അഫക്റ്റഡ് ആവുക ഇവിടുത്തെ കോമൺ പീപ്പിൾ ആണ്. രാജ്യം ഉണ്ടാവില്ല, അതാണ് ഇവിടെ. ഇത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമോ അതൊന്നും അല്ല വിഷയം. ഇന്ത്യൻ പൗരനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയോട് വേണം നിങ്ങളുടെ കൂറ്. ഇന്ത്യക്ക് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ യു ഡോണ്ട് ഡിസേർവ് ടു ബി an Indian. You can live as a refugee within the nation. Live as a refugee or leave the country. Thank you.